ഉണ്ണിയേട്ടാ, അപ്പച്ചന് പനിയാ. തോണി ഇറക്കാൻ കുട്ടപ്പനെയോ സീതയ്ക്കയോ നോക്കാൻ പറഞ്ഞു. പനി കൂടുതലുണ്ടോ മോളെ? അത്രയില്ല. ഞാൻ ചെന്നിട്ട് വേണം ഡോക്ടറെ കാണിക്കാൻ. കടത്തിയാൻ ഇറങ്ങിക്കൊള്ളാം. നീ അപ്പച്ചനെ ആശുപത്രി കൊണ്ടുപോയിക്കോ. ചെല്ല്. ഉണ്ണി എന്താ ഇങ്ങനെ? വല്ലാത്ത കുറ്റബോധമുണ്ട്. ഞാൻ എന്റെ അച്ഛനെ തല്ലിയെന്ന് കേട്ടപ്പോ ഒടുങ്ങാത്ത വെറുപ്പും ദേഷ്യവും തോന്നിയിരുന്നു. അന്ന് വീട്ടിൽ വന്നു പോയതോടെ ആ ദേഷ്യം എല്ലാം മാറി. ഒക്കെ ഇങ്ങനെ കത്തിച്ചു വഷളാക്കിയത് ആ പാച്ചുവാ. ഉണ്ണിയെ ഈ വേഷത്തിൽ കണ്ടപ്പോ സന്തോഷായി. അധ്വാനിച്ച് ജീവിക്കുന്നത് നല്ലതാ. എന്തായത്? ചെയ്യുന്ന ജോലിയുടെ കൂലി ആരോടായാലും ചോദിച്ചു വാങ്ങണം. കെട്ടാൻ പോന്ന പെണ്ണിനോടായാലും. ചെല്ലട്ടെ. സിന്ധു, എന്താമേ? അപ്പുറത്താരാ വന്നാ നോക്കേ. അമ്മ എവിടെ സിന്ധു? താളത്തിലുണ്ട്. ഞാനാണമ്മേ, വീരഭദ്രൻ നായരുടെ മകൻ ഷിബു. എന്നെ ഓർമ്മ ഉണ്ടോ? വീട് 1-2 കൊല്ലമായിട്ട് കണ്ടില്ലാന്ന് വെച്ച് മുമ്പ് കണ്ടിരുന്നവരെ അത്ര വേഗം അങ്ങ് മറക്കാൻ പറ്റുമോ? ബാലമാഷ് ഉണ്ടായിരുന്ന കാലത്ത് എങ്ങനെ കഴിഞ്ഞിരുന്നതാ നമ്മുടെ കുടുംബം. എന്റെ ഒരു നശിച്ച മോൻ കാരണം എല്ലാം തകർന്നില്ലേ? കുരുത്തം കേട്ടോ. അതൊക്കെ പോട്ടെ അമ്മേ, കഴിഞ്ഞതൊന്നും ചെയ്യണ്ട. സർല ചേച്ചി ഭർത്താവിന്റെ വീട്ടിലാണല്ലേ? ആ, അയ്യോ, മോൻ ചായ കുടിച്ചില്ല. നീ വേഗം പോയി ചായ തിളപ്പിക്കേ. വേണ്ട സിന്ധു, ഞാൻ കഴിച്ചിട്ടാ വന്നത്. എന്നാ ഇറങ്ങട്ടെ. അയ്യോ, എന്താ ഇത് ഷിബു? ബാലമാഷയുടെ തണലിൽ ഈ വീട്ടിലെ പഴങ്കഞ്ഞി കുടിച്ചാണ് എന്റെ അച്ഛൻ വളർന്നത് എന്നാണല്ലോ ചരിത്രം. എന്റെ അച്ഛൻ മറന്നുപോയ ഗുരുവിനോടുള്ള പ്രായച്ചിത്തം ഒന്ന് കരുതിയാ മതി. പറ്റമ്മേ. അയ്യോ, 2 കൊല്ലം കൊണ്ട് താനങ്ങ് വളർന്നല്ലോടോ. ഇപ്പോഴും പഠിക്കാനെയാ? ടൈപ്പ് കഴിഞ്ഞ് വരുന്ന വഴിയാ. വീട്ടിലെ സ്ഥിതിയില്ലാത്തവർക്ക് പറഞ്ഞു നിൽക്കാൻ ടൈപ്പ് റൈറ്റിംഗും പാരലൽ കോളേജും ഉള്ളത് ഭാഗ്യമാ. അതെ, ചെറുപ്പത്തിൽ ബാലമാഷി പിള്ള പേരും പറഞ്ഞാൽ എപ്പോഴും കളിയാക്കുമായിരുന്നു. എന്റെ സ്ത്രീയെ നിനക്കുള്ളതാണ്ടാ ശുഭൂന്ന്. കാണുമ്പോഴൊക്കെ പറയും. ഓർമ്മയുണ്ടോ? തുറന്നു പറയാനല്ലോ അമ്മേ, ഉടഞ്ഞു പോയ നമ്മുടെ കുടുംബ ബന്ധം കൂട്ടിയിണക്കാൻ നമുക്കിതൊരു കണ്ണിയാക്കാം, അല്ലെ? വലിച്ചു കേരളാണ്. വാസുവിനും എന്ത് പറ്റി? ഒരുമാതിരി തൂക്കം പിടിച്ച കോഴിയെ പോലെ. അവൻ അങ്ങനല്ലേ, 2 എണ്ണം അകത്ത് ചെന്നാല് ഒന്നുകിൽ ശോകാനം പാടും, ഇല്ലെങ്കിൽ തൂങ്ങി മുങ്ങി അവൻ സംഭവം അവിടെ വഷളാക്കും. കരയാതെ വാസു, അതിന് മാത്രം ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, ഇവനുണ്ടെങ്കിൽ ഞാനില്ലാന്ന്. കാര്യം പറയണ പണ്ടാണ്. ഞാൻ കരഞ്ഞതേ സത്യമായിട്ട് സങ്കടം വന്നിട്ടില്ല. വേണ്ട, സങ്കടമുള്ള ഒരു കാര്യവും ഇവിടെ പറയണ്ട. ഒരുത്തന്റെ വിഷമം മാറ്റാനാണ് നമ്മൾ ഇവിടെ കൂടിയത്. ഉണ്ണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടാ ഞാൻ കരഞ്ഞത്. ഇതുവരെ വീട്ടിൽ സുഖമായിട്ട് കിടന്നിരുന്ന ഇവൻ ഇപ്പോഴീ തോണിപ്പിഴ കിടക്കേണ്ടി വന്നല്ലോ. ഇവന്റെ ഒരു കാര്യം നീ മിണ്ടിപ്പോരുത്. നമ്മളൊക്കെ കൂട്ടുകാരായിട്ട് കണക്കാക്കിയിരുന്നെങ്കിൽ ഇവൻ 25,000 രൂപയ്ക്ക് വേണ്ടി കൂലിത്തല്ലിന് പോവില്ലായിരുന്നു. അതേടാ, സുഖത്തിലില്ലെങ്കിലും ദുഃഖത്തിൽ കൂടെ നിൽക്കുന്നവനെയാ കൂട്ടുകാരെന്ന് പറയുന്നത്. ഇല്ലായ്മ കൊണ്ട് 25 രൂപ കടം ചോദിക്കുമ്പോ നിന്റെ മുഖം കറക്കുന്ന എത്രയോ തവണ ഞാൻ കണ്ടതാ. എന്നിട്ടാ 25,000.
അന്ന് മൂരിമൂസയുമായി ഞാൻ മാർക്കറ്റിൽ വെച്ച് വഴക്കുണ്ടാക്കിയപ്പോ നീ എന്റെ വിധി എഴുതി. അപ്പ പറഞ്ഞ വാക്കുകൾ മറന്നുപോയോ? ഓട്ടടോ, മനുഷ്യന്റെ ഒരു ശീലമാണ്. ആർക്കും ഛേദമില്ലാത്ത ഒരു ഭംഗിവാക്ക് പറഞ്ഞു. നീ അത് കാര്യമാക്കണ്ട. അതെ, ഒന്നും ഞാൻ കാര്യമാക്കുന്നില്ല. കുഴിയിലേക്ക് എടുക്കുമ്പോ ഓരോരുത്തരും ഒറ്റയ്ക്ക്. ജീവിതത്തിലും അത്രയും ഞാൻ കരുതിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നുണകളാ, വലിയ വലിയ നുണകൾ. പോവാൻ പത്രോസേട്ടാ. പത്രോസേട്ട എവിടെ? പത്രോസേട്ടനല്ല സുഖമില്ല. അപ്പൂന് അക്കരെ പോയാ പോരെ, ഞാൻ കൊണ്ടുവന്നാക്കാം. എന്താ നീ എന്നെ കൊല്ലും. എനിക്ക് എവിടെയും പോണ്ട. തൊഴി തിരിച്ചുവിട. നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോവാ. അപ്പോ ഇത് ഞാനാ? ഉണ്ണി, എന്തു പറ്റി? ഒന്നുമില്ല. എനിക്ക് എങ്ങോട്ടും പോണ്ട. വള്ളം കരക്കടുപ്പിക്കാൻ ഞാൻ കൊണ്ടുവിടാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? കരക്കടുപ്പിക്കാൻ. ശരി ശരി.